അല്ല പ്രീമിയർ ലീഗ് ഹിയർ ഐ കംസ്. കഴിഞ്ഞ സീസണിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത വിക്ടർ ഗ്യോക്കോറസ് ആർസനലിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോന്നു. 55 മില്യൺ പൗണ്ട്സ് ഇനീഷ്യൽ ഫീ പ്ലസ് 8.7 മില്യൺ പൗണ്ട്സിൻ്റെ ആ ഒരു ആഡ് ഓൺസ് എല്ലാം കൂടെ ചേർത്ത് 63.7 മില്യൺ പൗണ്ട്സിൻ്റെ ടോട്ടൽ ഡീലിലാണ് ആർസനലിനെ സ്പോർട്ടിംഗ് CP എന്ന് വിക്ടർ ഗ്യോക്കോറസ് എന്ന് പറയുന്ന ഈ ഒരു ഗോൾ മെഷീൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ആർസനലിൻ്റെ ആ ഒരു മിസ്സിങ് പീസ് ഓഫ് പസിൽ എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ശരിക്കും കഴിഞ്ഞ രണ്ട് പ്രീമിയർ ലീഗ് സീസൺ നിങ്ങൾ നോക്കി, ഈ 2 സീസണിലും ആർസനലിൻ്റെ ടൈറ്റിൽ ആർസനലിൻ്റെ കയ്യിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് എല്ലാവരും വലിയ ഫുട്ബോൾ പണ്ഡിറ്റ്സ്, ആർസനൽ ആരാധകർ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്നത് അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ഗോൾ പോച്ചർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് അവർ കഴിഞ്ഞ 2 സീസണിലും ടൈറ്റിൽ മിസ്സായതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് സീസണിൽ നിങ്ങൾ നോക്കിയാൽ 17 ഗോളുകളാണ് ആർസനലും അതുപോലെ തന്നെ ലിവർപൂളും തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം 17 ഗോളുകൾ. അപ്പോൾ പ്യുവർ ഗോൾസ് ഇപ്പോൾ ഡിഫെൻസീവ്ലി നോക്കിയാൽ ലിവർപൂളിനേക്കാളും ബെറ്റർ സ്റ്റാറ്റ്സ് ആണ് ആർസനലിനുള്ളത്. പക്ഷേ പ്യുവർ ഗോൾ സ്കോറിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ തന്നെയാണ് ആ ഒരു 10 ഗോൾ ഡിഫറൻസ് 2 ടീമുകളും തമ്മിൽ വന്നതെന്നാണ് ആർസനൽ ആരാധകരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇവരുടെ ആർസനലിൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതും യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കഴിഞ്ഞ സീസണിൽ ഗോളുകൾ സ്കോർ ചെയ്ത 52 മത്സരങ്ങളിൽ 54 ഗോളുകൾ സ്കോർ ചെയ്ത വിക്ടർ ഗ്യോക്കോറസ് വന്നു എന്ന് പറയുന്നത് ശരിക്കും ആർസനലിനെ സംബന്ധിച്ച് വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നോക്കിയാൽ ഇനീഷ്യലി ആർസനലിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ സെസ്കോ ആയിരുന്നു. കാരണം ബെഞ്ചമിൻ സെസ്കോ എനിക്ക് തോന്നുന്നത് ആർട്ടറ്റയുടെ സിസ്റ്റമായിട്ട് നോക്കുമ്പോഴത്തേന് കുറേയും കൂടെ ആർട്ടറ്റയുടെ സിസ്റ്റമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രൈക്കറാണ് ബെഞ്ചമിൻ സെസ്കോ. ഇപ്പം നമ്മൾ ടെക്നിക്കൽ എബിലിറ്റി നോക്കിയാലും ഏരിയയിലുള്ള എബിലിറ്റി ഒക്കെ നോക്കിയാലും ഇതൊക്കെ ശരിക്കും ആർട്ടറ്റയുടെ ഈ ഒരു ആർസനൽ ടീമിനെ സംബന്ധിച്ച് ടെക്നിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ ഏരിയൽ എബിലിറ്റിയും എന്താ പറയുന്നത് സെറ്റ് പീസസിൻ്റെ കാര്യത്തിലൊക്കെ ആർസനൽ ടീം ഭയങ്കര ആ ഒരു അഡ്വാൻറ്റേജ് ആർസനൽ ടീമിനുണ്ട്. കൂടുതൽ ഗോളുകൾ ഈ സെറ്റ് പീസ് വഴി സ്കോർ ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. നല്ല സെറ്റ് പീസ് ഡെലിവറീസ് ബോക്സിലോട്ട് വരും. അപ്പോൾ അതിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഷോർട്ട് പാസസ് കളിച്ചുള്ള ഗെയിമാണ് ആർസനലിൻ്റെ. ആ ഒരു ബോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് ആർട്ടറ്റയുടെ ആർസനൽ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കലി കുറേ കൂടെ സ്കിൽഫുൾ ആയിട്ടുള്ള സെസ്കോയാണ് ഇവർ ആദ്യം പരിഗണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെസ്കോയുടെ വേജ് ഡിമാൻഡ്സ്, സെസ്കോയുടെ പ്രൈസ്, അങ്ങനത്തെ പല ഫാക്ടേഴ്സാണ് ഡീൽ അങ്ങ് മാറിപ്പോകാൻ കാരണം. സെസ്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളർന്നു വരുന്ന ഒരു പ്രോസ്പെക്റ്റ് ആണ് സെസ്കോ ഒരു 3-4 വർഷം ഇവിടെ നിന്ന് കളിച്ച് പയ്യെ ചിലപ്പം ഡെവലപ്പായി ഗ്യോക്കോറസിനേക്കാളും വലിയൊരു കംപ്ലീറ്റ് സ്ട്രൈക്കറായി ചിലപ്പം മാറിയേക്കാം. പക്ഷേ ആർസനലിന് ഇപ്പം ഈ ഒരു നിമിഷം ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറിനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ശരിക്കും ഗ്യോക്കോറസിന് വേണ്ടി അവർ ലാസ്റ്റ് കുറേ കൂടെ ചീപ്പർ ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്യോക്കോറസിന് വേണ്ടി ആർസനലിൽ പോയത്. കാരണം നമ്മൾ ഗോൾ സ്കോറിങ് തമ്മിൽ ഈ 2 പ്ലെയേഴ്സിൻ്റെയും ഗോൾ സ്കോറിങ് തമ്മിൽ കമ്പയർ ചെയ്ത ഒരു കമ്പാരിസൺ ആയില്ല. ശരിക്കും 13 ഗോളുകളാണ് ബുണ്ടസ് ലീഗ എന്ന് പറയുന്ന ആ ഒരു ലീഗിൽ. ബുണ്ടസ് ലീഗ എന്ന് പറഞ്ഞാൽ അത്ര ടഫ് ലീഗൊന്നുമല്ല. അപ്പോൾ അവിടെ 13 ഗോളുകൾ മാത്രമേ സെസ്കോ സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പുറത്ത് പോർച്ചുഗീസ് ലീഗാണ്, കുറച്ച് വീക്കാണെങ്കിലും 39 ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ ആ ഒരു പോർച്ചുഗീസ് ലീഗിൽ സ്പോർട്ടിംഗ് CPക്ക് വേണ്ടി ഗ്യോക്കോറസ് സ്കോർ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റാണ് ആർസനലിൻ്റെ മുമ്പിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ്. അതുപോലെ തന്നെ പ്രൈസ്, ഈ 2 ഫാക്ടേഴ്സാണ് ശരിക്കും ആർസനലിനെ ഗ്യോക്കോറസിലേക്ക് എത്തിച്ചേർന്നത്. ശരിക്കും ഗ്യോക്കോറസ് എന്ന് പറയുന്ന ടീമിൻ്റെ പുറകെ ഞങ്ങളുടെ യുണൈറ്റഡൊക്കെ കുറേ നടന്ന ശരിക്കും ഞങ്ങളെ റിജക്റ്റ് ചെയ്തു. അത് അത് പോട്ടെ, അങ്ങനെ റിജക്റ്റ് കണ്ണീര് തുടച്ചിട്ട് പറയല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു റിജക്ഷനൊക്കെ നമുക്കുണ്ടായി. പുള്ളിക്ക് ചാമ്പ്യൻസ് ലീഗ് ഉള്ളതുകൊണ്ട് തന്നെ ആർസനലിലോട്ട് പോകുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രൈമറി എയിം. അപ്പോൾ അങ്ങനെ പുള്ളി ഒറ്റക്കാലം നിന്ന് അത്രയും കടുംപിടുത്തം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീല് നടത്തിയെടുക്കാൻ വേണ്ടി ഇവർക്ക് പറ്റിയത്. ലാസ്റ്റ് ആയപ്പോഴത്തേനും സ്പോർട്ടിംഗ് CP ഓരോ ദിവസം ചെല്ലും തോറും അവരുടെ ഡിമാൻഡ്സ് ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. അപ്പോഴത്തേനും എന്നാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യോക്കോറസ് പറയുന്നത് എൻ്റെ സാലറി ഞാൻ വിട്ടു തന്നേക്കാം, എനിക്ക് കുറേ നാളത്തെ സാലറി എനിക്ക് വേണ്ട. അതുപോലെ തന്നെ ഗ്യോക്കോറസിൻ്റെ ഏജൻ്റ് ആണെങ്കിലും പുള്ളിയുടെ കമ്മീഷനിൽ ഭയങ്കര ഒരു റിഡക്ഷനൊക്കെ ചെയ്തൊരു ഓഫറൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ സാമ്പത്തികമായിട്ട് ഇങ്ങനത്തെ ഇവരുടെ സൈഡിൽ നിന്നും പ്ലെയറിൻ്റെ ഏജൻറ്റിൻ്റെ ഒക്കെ സൈഡിൽ നിന്നുള്ള അങ്ങനത്തെ കുറേ ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ ഒരു ഡീല് ഗോ ത്രൂ ആകാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആസ് എ സ്ട്രൈക്കർ നമ്മൾ ഗ്യോക്കോറസിനെ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ റൺസാണ്. പുള്ളിയുടെ ഓഫ് ദ ബോൾ റൺസാണ് പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്. പുള്ളി
നടത്തുന്ന ഡിഫൻസിന് അഗൻസ്റ്റ് ആയിട്ട് പുള്ളി നടത്തുന്ന വെർട്ടിക്കലി നേരെയുള്ള റൺസ്, ഡിഫൻസിന് അഗൻസ്റ്റ് ആയിട്ട് നേരെ നടത്തുന്ന ആ ഒരു ഇൻ ബിഹൈൻഡ് റൺസ്, അതുപോലെ തന്നെ രണ്ട് ചാനൽസിനെ റൈറ്റിലോട്ടുള്ള ചാനൽസിനെയും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടുള്ള ചാനൽസിനെ ഒരേപോലെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ആർക്ക് ഷേപ്പിൽ ഇതുപോലെ വളഞ്ഞുള്ള റൺസ് പുള്ളി മേക്ക് ചെയ്യും. അപ്പോൾ ആ റൺസ് മേക്ക് ചെയ്യുന്നതൊക്കെ ശരിക്കും ഓപ്പോസിഷൻ്റെ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേനും ആ ഡിഫൻസ് പുറകോട്ട് തള്ളി പുറകോട്ട് പോകുമ്പോഴത്തേനും അവരുടെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള സ്പേസസ് കൂടും. അവിടെ ഡെക്ലാൻ റൈസ്, മാർട്ടിൻ ഒഡേഗാർഡ്, സാക്ക, മാർട്ടിനെല്ലി ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ വന്ന് പൂണ്ട് വിളയാടാനുള്ള ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പ്ലെയറിന് സഹായിക്കും. പുള്ളി ഡ്രോപ്പ് ഒന്നും ചെയ്തില്ല. പുള്ളി ആ ഒരു മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ബോൾ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് കോമ്പിനേഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും നടത്താൻ അതൊന്നും പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ് അല്ല. പുള്ളിയോട് ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യും, പക്ഷേ അതൊന്നും അല്ല പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്. ഇതുപോലത്തെ റൺസാണ്, ഓഫ് ദ ബോൾ ഇതുപോലത്തെ റൺസ്. അതുപോലെ തന്നെ ഈ ബോക്സിൽ ഇതുപോലെ ഈ ആർക്ക് ഷേപ്പിലുള്ള റൺസ് നടത്തി പാസസ് റിസീവ് ചെയ്ത് ഇപ്പം ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ കുറച്ച് റൈറ്റിലോട്ട് കട്ട് മേക്ക് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റിൽ നിന്നാണെങ്കിൽ കുറച്ച് ലെഫ്റ്റിലോട്ടൊരു കട്ട് മേക്ക് ചെയ്ത് ആ ഒരു പെട്ടെന്ന് ഷോട്ട് എടുക്കാനുള്ള ആ ഒരു കഴിവ് രണ്ട് സൈഡിൽ നിന്നും ഷോട്ട് എടുക്കാനുള്ള ആ ഒരു കഴിവുള്ള പ്ലെയറാണ് ഗ്യോക്കോറസ്. ശരിക്കും ബോക്സിനുള്ളിൽ പുള്ളിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ആ ഒരു പാസിങ്ങിന് അല്ലെങ്കിൽ ചെറിയ പാസിങ്ങിനൊന്നും പുള്ളി നിൽക്കത്തില്ല. അങ്ങനത്തെ പ്രതീക്ഷയൊന്നും ചുറ്റുമുള്ള പ്ലെയേഴ്സിന് വേണ്ട. കുറച്ചുകൂടെ സെൽഫിഷാണ് പുള്ളി. കാരണം പുള്ളിയുടെ ഗോൾ സ്കോറിങ് എന്നാ പറയുന്നത് ടാലിയൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം പുള്ളി കുറേ കൂടെ സെൽഫിഷാണ്. പുള്ളി അതുപോലെ അങ്ങനത്തെ ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ സ്കോർ ചെയ്യണം, പുള്ളി ആ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ്. അതൊരു പരിധി വരെ സ്ട്രൈക്കേഴ്സിന് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതുപോലെ ഗോൾ പോച്ചർ, ഇതുപോലെ ഗോളുകൾ സ്കോർ വാരിക്കൂട്ടുന്ന പ്ലെയറിനെ സംബന്ധിച്ച് പുള്ളി കുറച്ച് സെൽഫിഷായേ പറ്റത്തുള്ളൂ. സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ പിന്നെ പുള്ളിയുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയാണ്. പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് ഒക്കെ കുറച്ച് മോശമാണ്. പുള്ളി അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോസ് കോമ്പിനേഷൻ ആർട്ടേറ്റ ആഗ്രഹിക്കുന്ന ആ ഒരു ക്രോസ് കോമ്പിനേഷൻ പാസസും ഷോർട്ട് പാസസിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളി കുറച്ചൊരു ഒരു വീക്കർ പോയിൻ്റായി മാറും. ശരിക്കും ആ ഒരു ഫൈനൽ തേർഡൊക്കെ വരുമ്പോഴത്തേനും ആർസണലിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയർ വീക്കർ പോയിൻ്റായി മാറും ഈ ഒരു ആസ്പെക്റ്റിൽ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ബ്ലോക്ക് ടീമുകളൊക്കെ വരുമ്പോൾ കുറച്ച് ആർസണലിൻ്റെ ഗെയിമിനെ ഈ ഗ്യോക്കോറസ് ഫൈനൽ തേർഡ് വരുമ്പോഴത്തേനും കുറച്ച് സ്ട്രഗിൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ആ ഒരു ക്ലോസ് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വേണം ആ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ സമയങ്ങളിൽ ഗ്യോക്കോറസ് ഒരു ലയബിലിറ്റി ആയി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ പുള്ളിയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പം ആ സമയങ്ങളിൽ വേണമെങ്കിൽ ആർസണലിൻ്റെതായ എന്നാ പറയുന്നത്, ഇപ്പം നമുക്കൊരു ഫോൾസ് 9 ബോൾ കളിക്കുന്ന ഈ കായ് ഹാവർട്സ് പോലത്തെ സ്ട്രൈക്കറിനെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിരുന്നാലും ശരിക്കും ഈ ഒരു ബോക്സിനകത്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് പാസ് പുള്ളിയെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പ്ലേയേഴ്സിന് ഡെക്ലാൻ റൈസിന് ഒഡേഗാർഡിനൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഗോൾ സ്കോർ ചെയ്യും. അത്രയ്ക്കും ലീത്തലായിട്ടുള്ള ഗോൾ സ്കോററാണ് പുള്ളി. പിന്നെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു പോർച്ചുഗീസ് ലീഗിൽ നിന്ന് വരുന്ന സ്ട്രൈക്കേഴ്സ് മറ്റ് ലീഗുകളിലോട്ട് പോകുമ്പോഴത്തേനും ശരിക്കും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കൊരു കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു വാർണിംഗ് സൈൻ ഉണ്ട്. ഇപ്പോൾ ഏതൊരു സൈനിങ് നോക്കിയാലും അത് 100% സക്സസ് ആകും നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഞാനിതിനെ കാണുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ നോക്കിയാലും ഡാർവിൻ നൂനസ് പോലത്തെ പ്ലേയേഴ്സ് അവിടെ പോർച്ചുഗീസ് ലീഗിൽ എനിക്ക് തോന്നുന്നത് പുള്ളി വരുന്നതിന് തൊട്ട് മുന്നത്തെ 2021-22 സീസണാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സീസണിൽ ഏകദേശം 26 ഗോൾ പുള്ളി പോർച്ചുഗീസ് ലീഗിൽ അടിച്ച് കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ലിവർപൂളിൽ വരുന്നത്. പക്ഷേ ലിവർപൂളിൽ കഴിഞ്ഞ 3 സീസണിലുമായിട്ട് പുള്ളിക്ക് ആ 26 ഗോൾ അടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മെഹദി തരേമി ഇൻഡറി പോയിട്ടുള്ള പുള്ളിയുടെ അവസ്ഥ നമുക്കറിയാം. ഇതുവരെയായിട്ടുള്ള മാച്ചസിൽ 26 മാച്ചസ് കളിച്ചിട്ട് ആകപ്പാടെ 1 ഗോളാണ് പുള്ളി അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഗ്യോക്കോറസ് ഇത്രയും ഗോളുകൾ ഈ രീതിയിലുള്ള പ്രൊലിഫിക് ആയിട്ടുള്ള ഗോൾ സ്കോറിംഗ് ഒന്നും ഈ ഡാർവിൻ നൂനസ് ആണെങ്കിലും മെഹദി തരേമി ആണെങ്കിലും ഒന്നും അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം ഗ്യോക്കോറസ് അവിടെ സക്സസ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കാം ആർസണൽ ഫാൻസിന്. അപ്പോൾ അങ്ങനെ ആർസണൽ ശരിക്കും ആർട്ടേറ്റയ്ക്ക് പുള്ളിക്ക് വേണ്ട എല്ലാ ടൂൾസും കൊടുത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ പുള്ളി പറഞ്ഞ പോലെ സ്ക്വാഡ് ഡെപ്ത് വേണം, അതുപോലെ തന്നെ ഒരു നല്ല സ്ട്രൈക്കർ വേണം. ഇതെല്ലാ സാധനവും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. മാർട്ടിൻ സുബിമെൻഡി, നോണി മഡുവേക്കെ, ക്രിസ്ത്യൻ നോർഗാർഡ്, കെപ്പ അരിസബലാഗ, ലേറ്റസ്റ്റ് ആയിട്ട് ക്രിസ്ത്യൻ മോസ്കേര. അപ്പോൾ ഇങ്ങനത്തെ സൈനിങ് എല്ലാം നടത്തി ഇഷ്ടംപോലെ സ്ക്വാഡ് ഡെപ്ത്, ഗോളുകൾ സ്കോർ ചെയ്യാവുന്ന സ്ട്രൈക്കർ. ഇനിയിപ്പം ടൈറ്റിൽസ് ജയിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ്ഫുള്ളി ഇതെല്ലാം വർക്കൗട്ട് ആകട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.